ഇവിടെ നിങ്ങളുടെ നേതാക്കന്മാർ ഇതിന് രാഷ്ട്രീയമായ പിന്തുണ നൽകുന്നു. നിങ്ങളുടെ നേതാക്കന്മാർ ആ സമരപ്പന്തലിൽ പോകുന്നു. പക്ഷേ അപ്പോൾ ഉയരുന്നൊരു ചോദ്യമുണ്ട്. 2011 10 ദിവസത്തെ രാപ്പകൽ സമരം ആർക്കെതിരെയാണ് നടന്നത്? ഏത് ആവശ്യത്തിന് വേണ്ടിയാണ് നടന്നത്? ആരാണ് നടത്തിയത്? അന്ന് CATU അതിൻ്റെ ഭാഗമാണ്. പിന്നീട് അവരുടെ സർക്കാർ വരുമ്പോഴാണ് 1000-ൽ നിന്നത് ഈ പറയുന്ന 7000-ലേക്ക് എത്തുന്നത്. അപ്പോൾ ഇത്തരമൊരു സമീപനം പുലർത്തിയിട്ടുള്ള നിങ്ങൾ, ഭരണത്തിലായിരിക്കുമ്പോൾ പുലർത്തിയിട്ടുള്ള നിങ്ങൾ, ഇപ്പോൾ ഈ പറയുന്ന സമരപ്പന്തലിൽ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നതിലെ പൊരുത്തക്കേടിനെ എങ്ങനെയാണ് ന്യായീകരിക്കാൻ കഴിയുക? CATU മുമ്പ് സമരം ചെയ്തിട്ടുണ്ട് നിങ്ങൾക്കെതിരെ. പക്ഷേ അവർ അധികാരത്തിൽ വന്നപ്പോൾ ഈ പറയുന്ന ഓണറേറിയത്തിലെ കാതലായ മാറ്റവും ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഒരു ചരിത്രം നിങ്ങൾക്ക് പറയാനുണ്ടോ? ശ്രീ വേണു, ഇപ്പോൾ സർക്കാരുകൾ ഭരിക്കുമ്പോൾ തൊഴിലാളി സംഘടനകളും തൊഴിലാളികളും സമരം ചെയ്യുന്നത് സ്വാഭാവികമാണ്. ഇപ്പോൾ കൊടിയുടെ നിറം നോക്കിയോ അല്ലെങ്കിൽ അത് കൊടിയുടെ നിറം നോക്കാതെയോ ഒക്കെ സമരങ്ങൾ നടന്നിട്ടുണ്ട്, ധാരാളം നടന്നിട്ടുണ്ട്. പക്ഷേ ആ സമരം UDFന്റെ ഗവൺമെന്റ് ഭരിക്കുമ്പോഴും ഇത്തരം ആവശ്യങ്ങൾ ഉന്നയിച്ച് സമരം നടത്തിയിട്ടുണ്ട്. ആ സമരത്തെ കോൺഗ്രസിന്റെ നേതാക്കന്മാർ അല്ലെങ്കിൽ അന്നത്തെ യൂണിയന്റെ INTUC നേതാക്കന്മാർ ഇതുപോലെ ആക്ഷേപിച്ചിട്ടുണ്ടോ? ഇതുപോലെ അപമാനിച്ചിട്ടുണ്ടോ? അവഹേളിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. സമരങ്ങൾ ചെയ്യുന്നു, സ്വാഭാവികമായി സർക്കാരിന് കൊടുക്കാൻ പറ്റുന്ന കാര്യം കൊടുക്കുന്നു, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ചർച്ചകളും കാര്യങ്ങളും നടത്തുന്നു. അല്ലാതെ അത്തരം സമരങ്ങളെ ഇത്രയും നികൃഷ്ടമായ ഭാഷയിൽ ആക്ഷേപിക്കുകയും അതിനെ തകർക്കുന്നതിന് വേണ്ടി സമീപനം സ്വീകരിക്കുന്നത് ആ കാര്യങ്ങളെ കുറിച്ചാണല്ലോ ഇവിടെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. സമരം ചെയ്യാൻ എല്ലാവർക്കും അവകാശമുണ്ടല്ലോ. ഇപ്പൊ ചെങ്കൊടി പിടിച്ചവർക്ക് മാത്രമേ ഇവിടെ സമരം ചെയ്യാൻ പറ്റൂ, അല്ലെങ്കിൽ മറ്റു കൊടി പിടിച്ചവർക്ക് മാത്രമേ സമരം ചെയ്യാൻ പറ്റൂ. സമരം എല്ലാവർക്കും ചെയ്യാം. അവകാശങ്ങൾ നേടിയെടുക്കാൻ, ആനുകൂല്യങ്ങൾ നേടിയെടുക്കാൻ സമരങ്ങൾ ചെയ്തിട്ടുണ്ട്. ഉമ്മൻചാണ്ടി സാർ കേരളം ഭരിക്കുമ്പോഴും ഇതുപോലെ സമരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ന്യായമായ രൂപത്തിൽ ഇടപെട്ടിട്ടുണ്ടാവും. അതുമായി ബന്ധപ്പെട്ട് അവരെ ആ രൂപത്തിൽ ആക്ഷേപിച്ചിട്ടില്ല. മുഖ്യമന്ത്രി ആക്ഷേപിച്ചിനോ, അല്ല അന്നത്തെ KPC പ്രസിഡന്റ് ആക്ഷേപിച്ചിനോ, അന്നത്തെ ഏതെങ്കിലും കോൺഗ്രസിന്റെയുമായി ബന്ധപ്പെട്ട തൊഴിലാളി യൂണിയൻ നേതാക്കന്മാർ ആക്ഷേപിച്ചില്ലല്ലോ, ആക്ഷേപിച്ചിട്ടില്ലല്ലോ. ഒരു നേതാവ് ഒരു വാദത്തിന് അംഗീകരിച്ചാൽ റിജിൽ, ഒരു നേതാവിന്റെ അധിക്ഷേപ പരാമർശമാണോ ആശാ വർക്കറുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ആ നേതാവും കൂടെ ഉൾപ്പെടുന്ന ഇടതുപക്ഷത്തിന്റെ ഒരു സർക്കാർ ഭരിക്കുമ്പോൾ എടുത്തിരിക്കുന്ന നടപടികളാണോ? ഏതിനാണ് മേൽക്കൈ? ഇപ്പൊ അങ്ങ് പറയുകയുണ്ടായല്ലോ, ആ കൊടും ചൂടിൽ ഈ പറയുന്ന സ്ത്രീകളെ സമരത്തിലേക്ക് നിർബന്ധമായി ഇറക്കുന്ന ഒരു അവസ്ഥ എന്ന്. അപ്പോ ഇതിലേതിനാണ് പ്രാധാന്യം? ഈ പറയുന്ന നടപടികളെടുത്ത സർക്കാരുകളുടെ ഒരു ചരിത്രമുള്ള ഇടതുപക്ഷത്തിന്റെ ആണോ താങ്കൾ പ്രാധാന്യം കൊടുക്കുന്നത്? അതോ ഒരു നേതാവ്, ശരിയാണ്, ഒരു നേതാവ് നടത്തിയ ഇത്തരം അധിക്ഷേപ പരാമർശങ്ങളോ? അല്ല, ഞാൻ പറഞ്ഞു വന്നത് ആ സമരത്തെ മന്ത്രി ഉൾപ്പെടെ, ധനകാര്യമന്ത്രി ഉൾപ്പെടെ, ആരോഗ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞ കാര്യം എന്താണ്? ഇപ്പൊ 2011 തൊട്ട് 2016 വരെയുള്ള കാലഘട്ടത്തിനപ്പുറത്തേക്ക് 2016 തൊട്ട് നമ്മൾ ഈ സംസാരിക്കുന്ന 2025 വരെ കേരളത്തിനകത്ത് ആശാ വർക്കർമാർ ചെയ്ത കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾ പരിശോധിക്കണം. കോവിഡ് ആരുടെ കാലത്താണ് ഉണ്ടായത്? പ്രളയം ആരുടെ കാലത്താണ് ഉണ്ടായത്? അതുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ ഇവരുടെ മുകളിലേക്ക് വന്നത് ഈ ഒരു ഘട്ടത്തിൽ അവർ അധ്വാനിക്കുന്ന അനുസരിച്ചിട്ടുള്ള കൂലിക്കാണല്ലോ അവർ ചോദിക്കുന്നത്. സ്വാഭാവികമായും അതിനനുസരിച്ചുള്ള കൂലി വർദ്ധിപ്പിക്കണം എന്നുള്ളതാണ് അവിടെ സർക്കാർ കാണിക്കുന്ന നയാണ്. ഇവിടെ സാമ്പത്തിക പ്രതിസന്ധി എന്ന് പറയുമ്പോൾ ഇവിടെ PSC ചെയർമാന്റെ ശമ്പളം 3 ലക്ഷത്തിന് മുകളിൽ വർദ്ധിപ്പിച്ചല്ലോ. അതോടൊപ്പം തന്നെ ഡൽഹി പ്രതിനിധിക്ക് 6 ലക്ഷം രൂപ യാത്രാ സംവിധാനം ഉണ്ടല്ലോ. അതോടൊപ്പം തന്നെ ഇവരുടെ മന്ത്രിമാരും അതോടൊപ്പം തന്നെ ആളുകളും വിദേശയാത്ര പോകുന്നതിന് പണത്തിന് ഒരു പ്രശ്നമില്ലല്ലോ. ഇവർക്ക് ആഡംബരമായി ഇവരുടെ മന്ത്രിമന്ദിരങ്ങൾ മോടി മുടിപ്പിക്കാൻ പ്രശ്നമില്ലല്ലോ. ഇവർക്ക് മറ്റു കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി, ഇവരുടെ പാർട്ടിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി പണം അനുവദിക്കുന്ന പ്രശ്നമില്ലല്ലോ. എന്തുകൊണ്ടാണ് ഈ ആശാ വർക്കർമാർ ഇത്തരത്തിലൊരു സമരം ചെയ്യുമ്പോൾ അവർക്ക് അത് കൊടുക്കാൻ എന്തുകൊണ്ട് പറ്റുന്നില്ല? സാമ്പത്തിക പ്രതിസന്ധി ആണെങ്കിൽ PSCക്കാർ ഇത്ര ജോലി ചെയ്യുന്നുണ്ടോ? ഈ PSC മെമ്പർമാരും അതോടൊപ്പം തന്നെ ചെയർമാൻ ഉൾപ്പെടെ എന്ത് ഉഴുതു മറിക്കലാണ് ഈ കേരളത്തിൽ നടക്കുന്നത്? എത്രയോ PSC ലിസ്റ്റിനകത്ത് കാലാവധി പൂർത്തിയാക്കി ആ ലിസ്റ്റിനകത്ത് ആളുകളെ ചെറുപ്പക്കാർക്ക് തൊഴിൽ കൊടുക്കാതെ തള്ളിപ്പോകുന്ന അവസ്ഥ നമ്മുടെ നാട്ടിലെ. കൃത്യമായി ജോലി ചെയ്യുന്നുണ്ട് അവർക്ക് ലക്ഷങ്ങൾ കൊടുക്കുകയാണ്. ആരാണ് അത്? രാഷ്ട്രീയ പ്രതിനിധി എന്നതിൽ അവർക്ക് അതിനുശേഷം കിട്ടുന്ന ആനുകൂല്യങ്ങൾ എത്രയാണ്? എത്ര കോടികളാണ് ഈ സർക്കാർ നാടിന് നഷ്ടം ഉണ്ടാകുന്നത്? ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, അതോടൊപ്പം തന്നെ ആളുകൾ, ഞാൻ നേരത്തെ പറഞ്ഞ ആളുകളെ കൊന്ന കൊലയാളികളെ ശിക്ഷിച്ചു കഴിഞ്ഞാൽ അവരെ പിന്നെ ജയിലിൽ നിന്ന് മോചിപ്പിക്കുന്നതിന് വേണ്ടി, ശിക്ഷ ഇളവാക്കുന്നതിന് വേണ്ടി സുപ്രീം കോടതിയിൽ നിന്ന് വക്കീലന്മാരെ കൊണ്ടുവരുമ്പോൾ 25-50 കോടിയും കൊടുക്കുന്നുണ്ടല്ലോ. എവിടുന്ന? പാട്ട പിരിച്ചിട്ടല്ലോ, സർക്കാരിന്റെ പണല്ലേ, ഞാൻ നികുതി പണല്ലേ, അതിനൊക്കെ പണം ഉണ്ടല്ലോ.